കസേരയിൽ മാത്രം ഇരുന്ന് പോയി വേറൊരാളുടെ പരസഹായത്തോടുകൂടി മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ CA ആയിട്ടുണ്ട്. നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്ക് ചില സമയങ്ങളിൽ നമ്മളങ്ങ് തീരെ ബലഹീനരായി പോകും. അപ്പോൾ അവിടെ നമുക്ക് മാനസികമായി പിന്തുണ തരാൻ ഒരാൾ വേണം. അതിപ്പോൾ നമ്മൾ ഈ ഒരു പ്രായത്തിൽ നമുക്ക് തരാൻ പറ്റുന്നത് ഉറപ്പായിട്ടും നമ്മുടെ മാതാപിതാക്കളാണ്. CA എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ നിങ്ങൾ ആ ഒരു ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റി ഉള്ള ഒരാളായി മാറുക. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യം, ഒരാൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുപാട് ആൾക്കാർ പറയും ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. +2 50% മാർക്ക് മേടിച്ചിട്ടുള്ള എത്രയോ കുട്ടികൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി പോകുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിലുള്ള നിയമങ്ങൾ പഠിച്ചാൽ ലോകത്തെല്ലാ നിയമങ്ങളും എളുപ്പമായിരിക്കും. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവന് ആ ഒരു ഐഡിയ കിട്ടി, ഇനി എൻ്റെ റൂട്ടെന്ന് പറയുന്നത് CA അപ്പോൾ പിന്നെ +2 വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ, +2 കഴിയുന്നത് വരെ. അപ്പോൾ ഒരു 3 അറ്റംപ്റ്റ് വരെ തോക്കുമ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്തുകൊണ്ടാണ് തോറ്റുകൊണ്ടിരിക്കുന്നതെന്ന്. പിന്നീട് നമുക്കത് ഈ തോൽവിയുടെ ഭാരം കൂടി വരാൻ തുടങ്ങിയപ്പോൾ കൂടെയുള്ള ആൾക്കാർ പാസ്സായി പോകുമല്ലോ. അപ്പോഴാണ് നമ്മൾ ശരിക്കും അതുവരെ നമ്മളെല്ലാവരും ഒരുമിച്ച് തോക്കുകയാണ്. Hello everyone, welcome back to a new episode of a podcast series. നമ്മൾ കുട്ടികളെ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കരിയർ ഓപ്ഷൻസിനെ കുറിച്ചിട്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് CA എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ്. ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും അതിൽ നിൽക്കുന്ന ആളുകളോട് തന്നെ ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കൂടെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് മറ്റാരുമല്ല, CA അരവിന്ദ് സാറാണ്. സാറ് CA കോഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നതായിരിക്കും. സർ, വെൽക്കം. ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് CA, എങ്ങനെയാണ് CA, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഒരുപാട് ടഫായിട്ടുള്ളൊരു കോഴ്സാണോ, എല്ലാ കുട്ടികൾക്കും പറ്റുമോ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, ശരിക്കും എന്താണ് CA? ഓക്കെ, CA ഫുൾ ഫോം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്നാണ്. CA ഒരു ഇന്ത്യയിലെ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെൻറ് നിയമം വഴി പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു നിയമം വഴി സ്ഥാപിതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന കോഴ്സാണ് ഈ പറയുന്ന CA എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ ചില യോഗ്യതകളുണ്ട്. അപ്പോൾ ബേസിക് യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 പഠിച്ച് പാസ്സാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കൊമേഴ്സ് സ്ട്രീമിൽ നിന്ന് വന്നാലും സയൻസ് സ്ട്രീമിൽ നിന്ന് വന്നാലും ഒക്കെ നമുക്ക് ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. 17 വയസ്സ് തികഞ്ഞിരിക്കണം. 17 വയസ്സ് തികഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, 17 വയസ്സാണ് +2 കഴിയുന്ന പ്രായമുണ്ടല്ലോ. അത് കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു കോഴ്സ് ഒരു 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മളിത് പഠിക്കുക. അപ്പോൾ അതിനൊരു +2 കഴിഞ്ഞ് വരുമ്പോൾ അതിനൊരു ഫൗണ്ടേഷൻ ലെവൽ ഉണ്ടാകും. അത് പാസ്സായി അടുത്ത ഇൻ്റർമീഡിയറ്റ് ലെവൽ, പിന്നെ ഫൈനൽ ലെവൽ. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുക. ഈ 3 സ്റ്റേജും കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ചൊരു 2 വർഷത്തെ എക്സ്ട്രാ ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾ ഒരു വർക്ക് ചെയ്യണം, 2 വർഷം വർക്ക് കൂടി ചെയ്യണം. അത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ എല്ലാ കോഴ്സും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മളെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലെ മെമ്പറായിട്ട് നമ്മളെ എന്ത് ചെയ്യും, അവർ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ക്രൈറ്റീരിയയാണിത്. അപ്പോൾ നമ്മൾ ഈ ICAIയുടെ മെമ്പർ ആകുമ്പോഴാണ് നമ്മൾ ശരിക്കും CA അഥവാ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന അപ്പോഴാണ്. അതെ. ഓക്കെ. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ പാർലമെൻറ്റിലൊരു നിയമം വഴിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നതെന്ന് പറഞ്ഞല്ലോ. ശരിക്കും അതിനൊരു പേർപ്പസ് എന്താണ്, എന്തുകൊണ്ടായിരിക്കാം അത്ര ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു ഇതിന് കൊടുക്കുന്നുണ്ടാവുക? ഓക്കെ, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ക്വാളിറ്റിയുള്ള ഓഡിറ്റർമാരെ നിർമ്മിക്കുക എന്നുള്ളത്. ഓഡിറ്റേഴ്സ്, അപ്പോൾ ആ വാക്ക് കേട്ടിട്ടുണ്ടാവും, ഓഡിറ്റേഴ്സ്. ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ഈ കണക്കുകൾ പരിശോധിച്ച് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരെയാണ് ഓഡിറ്റേഴ്സ്. ഇപ്പോൾ കണക്കെന്ന് പറയുമ്പോൾ എല്ലാം ഫൈനാൻസാണ്, എല്ലാം പണമാണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാം പണത്തിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വിവിധ തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അവരെല്ലാവരും തന്നെ അവരുടെ വരവ് ചിലവ് കണക്കുകൾ തയ്യാറാക്കണം. അതെ. ഈ വരവ് ചിലവ് കണക്കുകൾ തയ്യാറാക്കി അത് ഗവൺമെൻറ്റിന് സമർപ്പിക്കേണ്ടി വരും, ബാങ്കുകൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കണക്കുകൾക്ക് ഒരു ഒരു സത്യസന്ധത ഉണ്ടാവണം. അപ്പോൾ ഒരു കച്ചവട സ്ഥാപനം തയ്യാറാക്കുന്ന കണക്കുകൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ക്വാളിറ്റി ഉള്ള ഒരാൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിന് ക്വാളിറ്റി ഉള്ള ഒരാൾ ആരാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്നു, എന്നിട്ട് അതിൻ്റെ വരവ് ചിലവ് കണക്കുകൾ നമ്മൾ തയ്യാറാക്കി, എന്നിട്ട് അത് ഗവൺമെൻറ്റിലേക്കോ ഒരു അതോറിറ്റിക്കോ സമർപ്പിക്കുമ്പോൾ അപ്പോൾ അത് എത്രത്തോളം ഓതൻറ്റിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം അതിന് ഓതൻറ്റിസിറ്റി ഉണ്ട് എന്നുള്ളത് ഗവൺമെൻറ്റിന് ഉറപ്പ് വരുത്താൻ വേണ്ടി അത് ഓഡിറ്റിന് വിധേയമാക്കണം. അപ്പോൾ അങ്ങനെ ഓഡിറ്റ് ചെയ്യുവാൻ ക്വാളിറ്റി ഉള്ള ആൾക്കാരെയാണ് നമ്മൾ
CA എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഉദ്ദേശത്തിലാണ് ഗവൺമെൻറ് ഈ ഒരു നിയമം വഴി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്യുകയും ഇൻസ്റ്റിറ്റ്യൂട്ട് പതിയെ പതിയെ CA-ക്കാരെ നിർമ്മിച്ച് തുടങ്ങുകയും ചെയ്യും. എൻ്റെ കാര്യം സാർ, അതിൻ്റെ കൂടെ തന്നെ എന്നെ എപ്പോഴും ഫാസിനേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, കുട്ടികളിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, സാറേ ഒപ്പിട്ടാൽ ലക്ഷങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരുപാട് ഒപ്പിന് വാല്യൂ ഉള്ള ഒരു പ്രൊഫഷനാണ് എന്നൊക്കെ ഉള്ളത്. അതൊരു മിത്താണോ ശരിക്കും അതുള്ളതാണോ? അല്ലല്ല, അത് ഒരിക്കലും ഒരു മിത്തല്ല. അത് എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതെ ഒന്നും ആൾക്കാർ പറയത്തില്ലല്ലോ. ശരിക്കും അത് ഉള്ള കാര്യം തന്നെയാണ്. എന്നാലും നമ്മൾ വെറുതെ ഒരു ഒപ്പിട്ടാൽ CA ആയ ഉടനെ എന്തെങ്കിലും വെറുതെ ഒരു ഒപ്പിട്ടാൽ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ കണക്ക് നമ്മൾ പരിശോധിക്കുന്നു. അപ്പോൾ അത് അത്രത്തോളം വലിയൊരു സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നമ്മുടെ ഒപ്പിൻ്റെ വിലയും വലുതാണ്. അതെ, റെസ്പോൺസിബിലിറ്റി അതുപോലെ. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ എന്തോരം ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, അപ്പോൾ അത്രയും വലിയൊരു കമ്പനി, അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന കമ്പനിയാണ് എന്തെന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതുപോലെ HDFC, ICICI. അപ്പോൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ കണക്ക് പരിശോധിക്കുന്നത് ആര് തന്നെയാണ്? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളുടെ ഒപ്പിടുന്ന ചാർട്ടേഡ് അക്കൗണ്ടിന് അയാൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ടാവുമല്ലോ. അപ്പോൾ എത്രയോ കോടിക്കണക്കിന് രൂപ വിലയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അയാൾ അവിടെ ഒപ്പിടുക. സത്യം. അപ്പോൾ ആ ഒപ്പിന് സ്വാഭാവികമായും അയാൾക്കൊരു ഫീസ് ഉണ്ടാകും. അത് വലിയ ലക്ഷങ്ങൾ തന്നെ ആയിരിക്കും, ലക്ഷങ്ങളും കോടികളും ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒപ്പിന് വാല്യൂ ഉണ്ടെന്നുള്ളത്. എന്ന് കരുതി ഇപ്പം നമ്മളൊരു ചെറിയൊരു സ്ഥാപനത്തിൻ്റെ കണക്ക് നോക്കിയെന്ന് കരുതി നമുക്ക് ഈ ലക്ഷങ്ങളൊന്നും കിട്ടണം എന്നില്ല. ഡിപ്പെൻസ്. അപ്പോൾ ഏതൊരു പ്രൊഫഷൻ പോലെ തന്നെയാണ്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റെമ്യൂണറേഷൻ ഉണ്ടാകും. പക്ഷേ അങ്ങനെ അത്രയും വില പിടിപ്പുള്ള ഒപ്പിളിടുമ്പോൾ അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വം ഉണ്ട്. കാരണം കണക്ക് പൂർണ്ണമായും പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ താഴെ സൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. എന്തെങ്കിലും മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആ പരിശോധിച്ച കണക്കിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ ഈ കണക്ക് വിശ്വസിക്കുന്ന ഗവൺമെൻറ്റും ബാങ്കും മറ്റ് ക്രെഡിറ്റേഴ്സും കസ്റ്റമേഴ്സും എല്ലാവരും ഉണ്ടല്ലോ, അവരുടെ മുന്നിൽ നമ്മൾ കുറ്റക്കാരനും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൻ്റെ വില കൂടിയാണ് ഈ ലക്ഷങ്ങളെന്ന്. ഓക്കെ, അപ്പോൾ അതൊരു മിത്തല്ല, അത് ഒരിക്കലും അല്ല. സാർ, അതുപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര ടഫാണ് പഠിക്കാൻ, കുറേ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവം. ശരിക്കും CA-നെ കുറിച്ചിട്ട് എങ്ങനെയാണ്? നമുക്ക് പഠിക്കാൻ ഒരുപാടുള്ള കോഴ്സാണോ, ടഫാണോ? സാർ എങ്ങനെയായിരിക്കും അതിനെ നോക്കിക്കാണാം? ഉറപ്പായിട്ടും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് മനസ്സിലായി കാണില്ല. CA ആയിക്കഴിഞ്ഞാലുള്ള ഉത്തരവാദിത്വം, ഇപ്പോൾ ആസ് ആൻ ഓഡിറ്റർ നിങ്ങൾക്കുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. CA എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ നിങ്ങൾ ആ ഒരു ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റി ഉള്ള ഒരാളായി മാറുകയാണ്. അപ്പോൾ നമുക്ക് ഏതൊരു ക്വാളിറ്റി ഉള്ള കാര്യത്തിന് അതിനൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ അതത്ര പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ഐഫോൺ, അതിന് ആ വാല്യൂ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിനെന്തോ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് അതിന് ഈ വില നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു കോഴ്സിന് അതിന് ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ അതിനുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് അതിന് നമ്മൾ വേണ്ടി മുടക്കുന്ന പണമല്ല, അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ സമയമാണ്, എഫേർട്ടാണ്. അപ്പോൾ അത്രയും സമയം നമ്മൾ കൊടുക്കും, അത്രയും എഫേർട്ട് നമ്മൾ അതിനകത്തിട്ട് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്കിത് ഈ കോഴ്സ് നമുക്ക് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വരാൻ പറ്റൂ. എന്ന് കരുതി ഇത് ആർക്കും പാസ്സാകാൻ കഴിയാത്തൊരു കോഴ്സ് എന്നുള്ളതല്ല. നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം. ഒന്നാമതായിട്ട് നമ്മൾ എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യം, ഒരാൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുപാട് ആൾക്കാർ പറയും ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അത് ഏതൊരു CA പഠിക്കുന്ന വിദ്യാർത്ഥിയും ഉറപ്പായിട്ടും കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ഫാമിലിയിൽ ആദ്യത്തെ CA ഉറപ്പായിട്ട് ഇത് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫാമിലിയിൽ ആദ്യത്തെ CA ആണ്. എൻ്റെ പാരൻസ് ആയിക്കോട്ടെ എല്ലാം ഈ കൂലിപ്പണി ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് കൂടുതലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുന്നത്. അപ്പം വിദ്യാഭ്യാസം ഉള്ളവർ ഒരിക്കലും അത് പറയത്തില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് എൻ്റെ മക്കളെ ഞാൻ CA-ലോട്ട് വരികയാണെങ്കിൽ അവനോട് ഒരിക്കലും ഞാനിത് പറയില്ല, നിന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ അവൻ്റെ മൈൻഡിലേക്ക് ഒരു ഡൗട്ട് ഒരിക്കലും കൊടുക്കില്ല. പക്ഷെ ആദ്യം പഠിച്ചു വരുന്ന എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടായിരിക്കും വരുന്നത്, ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണോ എന്നുള്ളത്. അത് പാസ്സാവുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. പാസ്സാവുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നത് അത് ആ പ്രാക്ടീസ് പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ടും അല്ലെങ്കിൽ പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോകുന്നത് കൊണ്ടാണ്. അത് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് മാത്രം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പാസ്സാകാൻ പറ്റുന്നൊരു കോഴ്സാണ്. ഇപ്പോൾ ഞാൻ എന്നെ ഒന്ന് എക്സാംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ, ഞാനൊരു എബോ ആവറേജ് അങ്ങനെയുള്ള സ്റ്റുഡൻറ്റാണ്. അപ്പം അതും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണോ, അതോ നമ്മളെപ്പോലെയുള്ള ചെറിയ രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും പോസിബിൾ ആണോ CA ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സാർ എങ്ങനെയായിരിക്കും? ഇതിപ്പോൾ ഞാൻ അല്ലാതെ പറയുന്നതല്ല. ഇപ്പം ഞാനിപ്പോൾ ഇതെൻ്റെ 14ാമത്തെ വർഷമാണ് ഇപ്പോൾ ടീച്ചിങ് ഫീൽഡിൽ. എനിക്ക് ഇതുവരെ
എന്താണ് ഈ ആവറേജ്, എന്താണ് ബുദ്ധിയുള്ളവൻ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ തന്നെ ഞാൻ 10,000-ഓളം സ്റ്റുഡൻസിന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ 14 വർഷത്തിനുള്ളിൽ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഈ ബുദ്ധിയുള്ളവൻ ബുദ്ധിയില്ലാത്തവൻ അങ്ങനെ ഒരു അല്ലെങ്കിൽ ആവറേജ് എബോ ആവറേജ് അങ്ങനെയുള്ള സംഭവം ഞാൻ അധികം കണ്ടിട്ടില്ല. എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെയാണ്. അവർ ആ കോഴ്സിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മാർക്കിനെ ബേസ് ചെയ്താണ് പറയുന്നതെങ്കിൽ അതൊരു ക്രൈറ്റീരിയ അല്ല. ഇപ്പോൾ +2 50% മാർക്ക് മേടിച്ചിട്ടുള്ള എത്രയോ കുട്ടികൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി പോകുന്ന കണ്ടിട്ടുണ്ട്. ഓക്കെ 50%, 60%. ഇൻഫാക്ട് എനിക്ക് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊക്കെ ആദ്യത്തെ അറ്റംപ്റ്റിലെ പാസ്സായിട്ടുള്ള ആളാണ്. CA ഇൻ്റർമീഡിയറ്റ് ആദ്യമേ പാസ്സായിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ആ CAയിൽ വന്നതിന് ശേഷം നിങ്ങൾ എങ്ങനെ ആ കോഴ്സിനെ കാണുന്നു, അതിനെങ്ങനെ നിങ്ങൾ എടുക്കുന്നു എന്നതിൽ മാത്രമേ ഉള്ളൂ കാര്യം. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കോച്ചിങ് അത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നല്ല അധ്യാപകർ, നല്ല മെറ്റീരിയൽ, നല്ല ഗൈഡൻസ്, നല്ല മെൻറ്റേഴ്സ്, ഇത് നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ എല്ലാത്തിനുപരി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പാരൻസ്, ഒരു എൻവയോൺമെൻറ്റ് ഒത്തുവന്ന് എല്ലാത്തിനപ്പുറം നമ്മുടെ മൈൻഡും കൂടെ ഒത്തു വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. അവിടെ ഈ എബോ ആവറേജ് ബിലോ ആവറേജ് അങ്ങനെ ഒരു സംഭവമില്ല, ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. ഓക്കെ സാറേ, ഇപ്പോൾ നമ്മൾ സംസാരിച്ച കാര്യമായിട്ട് തന്നെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു കാര്യമാണ്. പൊതുവേ CA എന്ന് പറയുന്ന ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ ഈ സയൻസ് അതുപോലെ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും ഇത് ബുദ്ധിമുട്ടായിരിക്കും? അത് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണോ കോഴ്സിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്? എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ള കൂടുതൽ ആൾക്കാർ, പാസ്സായിട്ടുള്ള ആൾക്കാർ കൂടുതലും കൊമേഴ്സ് എന്ന് നമുക്ക് പറയാം. കൊമേഴ്സ് സ്ട്രീമിൽ നിന്ന് വന്നവരാണ് പാസ്സായത് നമുക്ക് പറയാനായിട്ട് എനിക്ക് കഴിയില്ല, എനിക്ക് പേഴ്സണലി കഴിയില്ല. ഞാൻ കൊമേഴ്സ് സ്ട്രീമിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു, BCom കഴിഞ്ഞ് വന്ന ആളാണ്. എന്നിട്ടാണ് ഞാൻ CAക്ക് ചെയ്തത്. പക്ഷേ ഞാൻ അധ്യാപകനായി കയറിയതിന് ശേഷം ഞാൻ കൂടുതലും പഠിപ്പിച്ചിട്ടുള്ളത് ഈ സയൻസും അതുപോലെ തന്നെ കൊമേഴ്സുമാണ്. സയൻസും കൊമേഴ്സുമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ ലെവലിലൊക്കെ വരുമ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളെക്കാളും കൂടുതൽ പെർഫോം ചെയ്യാൻ കഴിയുന്നത് സയൻസുകാർക്കാണ്. കാരണം നമ്മൾ CAയുടെ ഫൗണ്ടേഷൻ ലെവലിലേക്ക് വരുമ്പോൾ അവിടെ മാത്തമാറ്റിക്സ് ഉണ്ട്. അത് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കൊമേഴ്സ് സ്റ്റുഡൻസിന് ആകെപ്പാടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് അക്കൗണ്ടൻസി എന്ന് പറയുന്ന പേപ്പറിൽ മാത്രമാണ്. അത് അവർ 2 വർഷം അവർ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ടല്ലോ, +1 +2 പഠിച്ചിട്ടുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് കൊമേഴ്സ് സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. പിന്നെ എക്കണോമിക്സ് അതൊക്കെ അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു സയൻസ് സ്റ്റുഡൻറ്റിന് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഇൻ്റർമീഡിയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇൻ്റർമീഡിയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വ്യത്യാസവും ഇല്ല. ഫൗണ്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സയൻസ് അങ്ങനെ ഒന്നും, പിന്നെ അവൻ CA സ്റ്റുഡൻ്റായി. കാരണം എപ്പോഴാണോ നീ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ മുതലാണ് നീ ശരിക്കും ഒരു CA സ്റ്റുഡൻ്റായി മാറുന്നത്. അവിടെ നിന്ന് പിന്നെ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അവിടെ പിന്നെ നമ്മൾ പുതിയൊരു ലോകമാണ്. അവിടെ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയാലും കാണുന്നതും കേൾക്കുന്നതും എല്ലാം പുതിയ ഫൈനാൻസ് ടേംസും കാര്യങ്ങളും ആയിരിക്കും. അവിടെ നമ്മൾ നിയമങ്ങൾ പഠിക്കുന്നുണ്ട്, ധാരാളം ബിസിനസ് ലോസ് പഠിക്കുന്നുണ്ട്, കോർപ്പറേറ്റ് ലോസ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടാക്സേഷൻ ലോസ് പഠിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു മേഖലയാണ് നമ്മളവിടെ പഠിക്കുന്നത്. എല്ലാത്തിനുപരി ഓഡിറ്റിംഗ് എന്ന് പറയുന്ന വലിയൊരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അവിടെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ആ ഒരു വ്യത്യാസമില്ല. വ്യത്യാസം വരുന്നത് ഈ ആദ്യത്തെ സ്റ്റേജിൽ ചില പേപ്പറുകളിൽ കൊമേഴ്സ് സ്റ്റുഡൻസിന് അഡ്വാൻറ്റേജ് കിട്ടും, ചില പേപ്പറിൽ സയൻസ് സ്റ്റുഡൻസ് അവിടെയും ഈക്വലായിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെയും സയൻസ് സ്റ്റുഡൻസിന് അത് പിന്നെ ഉറപ്പില്ല. ഈ സയൻസ് മാത്തമാറ്റിക്സ് ഉള്ളതുകൊണ്ട് സയൻസ് സ്റ്റുഡൻസിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടുകയാണല്ലോ. ഓക്കെ സാറേ, ഇപ്പം ഒരു CA-കാരനാവാൻ അല്ലെങ്കിൽ CA കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇത് +2 കഴിഞ്ഞിട്ട് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകാം. സാർ ഇതിൽ ഏതായിരിക്കും ഓപ്റ്റ് ചെയ്യുക? ഇത് പ്യൂർലി ഒരു പേഴ്സണൽ ചോയ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വന്നത്. അതിൻ്റെ കാരണം ആദ്യമേ എനിക്ക് +2 കഴിഞ്ഞപ്പോഴേ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ 3 വർഷം ഡിഗ്രിക്ക് പോയത്. അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ ഒരു ധാരണ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായും +2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 3 വർഷം ഡിഗ്രിയും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഡയറക്റ്റ് എൻട്രി വഴിയാണ് ഞാൻ CAയിലോട്ട് വരുന്നത്. പക്ഷേ ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു പ്രൊഫഷണൽ ലൈഫ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 വർഷം, ഇപ്പോൾ 4 വർഷം ഡിഗ്രി നിങ്ങൾ പോകേണ്ട കാര്യം ശരിക്കും ഇല്ല ഇതിലേക്ക് വരാൻ. +2 കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, CAയിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്കിനി അതല്ല, നിങ്ങൾക്കൊരു നല്ല കോളേജിൽ പഠിക്കണം, 3 വർഷം 4 വർഷം ക്യാമ്പസ് ലൈഫ് വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വന്നാലും മതി. പക്ഷേ നിങ്ങൾക്ക് അതല്ല, നേരിട്ട് CAയിലോട്ട് വരണം, ഒരു പ്രൊഫഷണൽ വേൾഡിലേക്ക് വേണം. ഈ കാണുന്ന എല്ലാം ടെമ്പററി ആയിട്ടുള്ള എൻജോയ്മെൻറ്റ്, ശരിക്കുള്ള എൻജോയ്മെൻറ്റ് നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി വന്നതിന് ശേഷമാണ് നിങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോഴേ നിങ്ങൾക്ക് +2 കഴിയുമ്പോഴേ നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും +2 കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, CAയിലേക്ക് ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഡിഗ്രി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ CAയുടെ കൂടെ ഡിഗ്രി ഒന്നും ചെയ്യണമെന്ന് തന്നെ ഇല്ല.
കാരണം ഇപ്പോൾ CA എന്ന് പറഞ്ഞാൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് തുല്യമാണ്. അത് ഡിഗ്രി പോലും അല്ല, അത് പോസ്റ്റ് ഗ്രാജുവേഷനാണ്. അപ്പോൾ 4 വർഷം നിങ്ങൾ CA പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 വർഷം കൊണ്ട് നിങ്ങൾ അത് പോട്ടെ 5 വർഷം വെച്ചോളൂ. 5 വർഷം കൊണ്ട് നിങ്ങൾ 22 വയസ്സാകുമ്പോൾ തന്നെ നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി നിങ്ങൾക്ക് കിട്ടുകയാണ്. പിന്നെ നിങ്ങൾ വലിയ കാര്യം, നിങ്ങൾ 4 വർഷം ഡിഗ്രിയും കഴിഞ്ഞ് പിന്നെ വീണ്ടും അതായത് 22ാമത്തെ വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് CA തുടങ്ങുമ്പോൾ നിങ്ങൾ 26-27 വയസ്സിൽ CA ആവത്തുള്ളൂ. ഇത് 22 വയസ്സിൽ നിങ്ങൾ PGക്ക് തുല്യമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അത് അവനവൻ തന്നെയല്ലേ അത് അനലൈസ് ചെയ്തിട്ട് തീരുമാനം എടുക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ അന്ന് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയെന്ന് ഞാൻ ഇപ്പോൾ പറയും. അന്ന് ഞാൻ എന്തിന് 3 വർഷം ഡിഗ്രിക്ക് പോയി? അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, അന്നേ ചെയ്യാമായിരുന്നല്ലോ. അതെ സാർ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ നിങ്ങൾ കാണുമ്പോഴേ നിങ്ങളുടെ പാരൻസിനെ ജസ്റ്റ് ഒന്ന് അടുത്ത് വിളിച്ചിട്ട് ഇതൊന്ന് കേൾപ്പിക്കണ്ടോ? അതായത് എത്രമാത്രം പാരൻസിൻ്റെ ഒരു സപ്പോർട്ട് ഇതിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് സാർ? അതിനെക്കുറിച്ചിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? ഇതൊരു വലിയ കാര്യമാണ് പാരൻസിൻ്റെ സപ്പോർട്ട്. അതായത് ഈ കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ 3 സ്റ്റേജാണ്. +2 കഴിഞ്ഞ് വരികയാണെങ്കിൽ, ഡിഗ്രി ആണെങ്കിൽ 2 സ്റ്റേജ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഫേസ് ചെയ്യുന്ന ഫൈനൽ ലെവലാണ്. കാരണം നിങ്ങൾ അതുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ CA ആണ്. അതെ, ആ ഒരു വലിയ ഒരു ഉത്തരവാദിത്വം കൂടി, നിങ്ങളുടെ വലിയ പദവിയാണ്, ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് വരാൻ പോവാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ അമ്മാതിരി ടെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ലെവൽ ഓഫ് നോളജ് അത്രയും ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളെ പാസ്സാക്കത്തുള്ളൂ. നിങ്ങൾക്ക് അത്രമാത്രം സമയം ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ ഈ ഫൈനലിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ, സ്വപ്നം കാണുന്നത് പോലെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് CA ഫൈനൽ പാസ്സായി വരിക എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ നമ്മൾ എഴുതുന്നു, ആ പ്രഷർ കാരണം നമുക്ക് പരീക്ഷാ ഹാളിൽ നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ പരീക്ഷാ ഹാളിൽ നമ്മൾ പലപ്പോഴും ആരോഗ്യം നശിച്ച് ബോധം പോകുന്ന കേസുകളുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ ഈ CA ഫൈനൽ പരീക്ഷയ്ക്ക് സംഭവിക്കാറുണ്ട്. അപ്പോഴേ നമ്മൾ ഈ പലപ്പോഴും കിട്ടാതെയൊക്കെ വീട്ടിൽ നിരാശരായിട്ടൊക്കെ ഇരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ആരാണ് നമ്മളെ പിന്തുണയ്ക്കേണ്ടത്? അവിടെ നമ്മൾ ഒരു പ്രോപ്പർ ബാക്കപ്പ്. അതിൽ നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്ക് ചില സമയങ്ങളിൽ നമ്മളങ്ങ് തീരെ ബലഹീനരായി പോകും. അപ്പോൾ അവിടെ നമുക്ക് മാനസികമായി പിന്തുണ തരാൻ ഒരാൾ വേണം. അതിപ്പോൾ നമ്മൾ ഈ ഒരു പ്രായത്തിൽ നമുക്ക് തരാൻ പറ്റുന്നത് ഉറപ്പായിട്ടും നമ്മുടെ മാതാപിതാക്കൾക്കാണ്. മാതാപിതാക്കളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഇല്ലാതെ ഇതുപോലുള്ളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ മനുഷ്യനെ കൊണ്ടെല്ലാം പറ്റുമായിരിക്കും. എന്നാലും നമ്മളൊരു സാധാരണക്കാരനെ പറ്റി പറയുമ്പോൾ മാതാപിതാക്കളുടെ സപ്പോർട്ട് വലിയ തോതിൽ വേണം. ഒരിക്കലും ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും പറഞ്ഞു പോകും. എന്താണ്, ഇപ്പം ഞാനായാലും എൻ്റെ മകൻ്റെ അടുത്ത് അവൻ പലതും കാണുമ്പോൾ കുഞ്ഞാണെങ്കിൽ പോലും പറയും, നീ എന്താ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, നിനക്ക് മറ്റു പിള്ളേരെ പോലെ കളിച്ചൂടെ എന്നൊക്കെ പറയാം. ആ കമ്പാരിസൺ അത് പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ ഇവൻ്റെ കൂടെ പഠിക്കുന്ന ആൾ ചിലപ്പോൾ CA ആയിട്ടുണ്ടാവും. രണ്ടുപേരും ഒരുമിച്ച് നടന്നിട്ടുണ്ട്. പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ ഒരാൾ പാസ്സായി, മറ്റേ ആൾ പാസ്സായില്ല. സ്വാഭാവികമായി ഈ കിട്ടാതെ പോയ കുട്ടി തകരും, നല്ല രീതിയിൽ മാനസികമായി തകരും. അപ്പോൾ അവിടെ കുറ്റപ്പെടുത്താതെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാനൊക്കെ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ പരീക്ഷ എഴുതി തോറ്റുപോയ അവസരങ്ങളുണ്ട്. ഫൈനലൊക്കെ ആ തോറ്റുപോയ സമയത്തൊക്കെ ഞാൻ വല്ലാണ്ട് മാനസികമായി തകർന്നിട്ടുണ്ട്. മാനസികമായി തകർന്നു വെച്ചാൽ പ്രതീക്ഷ, ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രിയും കൂടെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ 26 വയസ്സൊക്കെ ആയി, ഈ എഴുതിക്കൊണ്ട് 26-27 വയസ്സായി. അപ്പോഴും ഞാൻ CA ആയിട്ടില്ല. 27ാമത്തെ വയസ്സിൽ ഞാൻ തോറ്റു. ആ സമയത്തും ഞാൻ ധാരാളം കരഞ്ഞു, മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അന്ന് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ നിന്നു. അതുകൊണ്ട് അടുത്ത അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാവാൻ പറ്റി. അപ്പോൾ അതിന് പകരം അവർ പറയും, നീ ഇത് നിർത്തിക്കോ, നമുക്ക് സാമ്പത്തികം നിനക്കറിയാമല്ലോ, നീ ജോലിക്ക് പോ, എന്തെങ്കിലും ജോലി ചെയ്യും, ഇനി ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ പല ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഈ നാട്ടിലുണ്ടാവില്ലായിരുന്നു. അത് മാതാപിതാക്കളുടെ പിന്തുണ വളരെ നമ്മുടെ AAAയിലായിക്കോട്ടെ, ഇവിടെ നമ്മൾ പാരൻസൊക്കെ വരുന്ന സമയത്തും നമ്മൾ ഫാക്കൽറ്റീസിനെ സംസാരിക്കാനൊക്കെ വിളിക്കാറുണ്ട്. അപ്പോഴും നമ്മൾ പാരൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഫൗണ്ടേഷൻ ലെവലിൽ അവൻ പഠിച്ചില്ലെങ്കിൽ അവനെ വഴക്ക് പറയണം, അവനെ അടിക്കണം, 2 കൊടുത്താലും കുഴപ്പമില്ല. കാരണം അതൊക്കെ അവന് ഈസിയായിട്ട് പാസ്സാകാൻ പറ്റും. അടുത്ത ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് വരും, കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അവനെ തല്ലാം, അവനെ വഴക്ക് പറയാം, അവനെ നേർവഴിക്ക് നടത്താം, അവനെ ഉപദേശിക്കാം. പക്ഷേ ഫൈനലിൽ പോകുമ്പോൾ അവനൊരു പെർഫെക്റ്റ് അടുത്ത സ്റ്റേജ് അവൻ CA ആണ്. അവനെ ഒരിക്കലും വേദനിപ്പിക്കരുത്, എല്ലാം കൊണ്ടും കൂടെ നിൽക്കുക, പൂർണ്ണമായി അവന് സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ അവൻ അടുത്ത ലെവലിൽ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളുടെ പിന്തുണ 100% കിട്ടിയേ പറ്റത്തുള്ളൂ. സാർ, ഈ കോഴ്സിൻ്റെ ഒരു ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറഞ്ഞൊരു വലിയ ഫാക്ടറുണ്ട്. ശരിക്കും ആർട്ടിക്കിൾഷിപ്പ് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഒരു എക്സ്പോഷർ എത്ര വലുതാണ്? എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുക? ഈ CA കോഴ്സ് മറ്റ് കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വെറുതെ പഠനം മാത്രമല്ല, ഇത് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടി നിങ്ങൾക്ക് വേണം. ആ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടി കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് CA ആയിട്ട് മാറാൻ പറ്റത്തുള്ളൂ.
മുമ്പ് അത് 3 വർഷമായിരുന്നു ട്രെയിനിങ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് 2 വർഷമായിട്ട് കുറച്ചിട്ടുണ്ട്. 3 വർഷം നമ്മൾ ഏതെങ്കിലും ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇപ്പോൾ അതുകൂടി പറയണം, ചാർട്ടേഡ് അക്കൗണ്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ബേസിക്കലി 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറാം ആസ് ആൻ എംപ്ലോയി, ഒരു നല്ലൊരു പ്രൊഫഷണൽ ലെവൽ, അത്യാവശ്യം നല്ല സാലറിയൊക്കെ മേടിച്ച് ജോലിക്ക് കയറാം. കയറുമ്പോൾ തന്നെ ഒരു മിനിമം ഒരു 12 lakh per annum അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ജോലി കയറാം. ഇനി അതല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന്. ഇൻഫാക്ട് ഞാനൊരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ കീഴിൽ നമ്മൾ 3 വർഷം ജോലി ചെയ്യണം. ഒരു ജോലി എന്നല്ല, ആർട്ടിക്കിളായിട്ട് ട്രെയിൻ ചെയ്യണമെന്നാണ്. ഇപ്പോഴത് 3 എന്നുള്ളത് 2 വർഷമായിട്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ട്രെയിനിങ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത് ഇത് പഠിക്കുന്നതാണ് ഈ 2 വർഷം. അത് ഓരോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടും ഒരേ പണി ആയിരിക്കില്ല ചെയ്യുന്നത്. ചില ചാർട്ടേഡ് അക്കൗണ്ടൻസ് പൂർണ്ണമായി ഓഡിറ്റിംഗ് വർക്ക് മാത്രമായിരിക്കും ചെയ്യുന്നത്, കമ്പനികളുടെ കണക്ക് പരിശോധിക്കുന്ന പരിപാടികൾ മാത്രമായിരിക്കും. ചില ആൾക്കാർ ടാക്സ് കൺസൾട്ടിങ് മാത്രം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ഓഡിറ്റിംഗ്, ടാക്സ് കൺസൾട്ടിങ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ലോ കൺസൾട്ടിങ്, ഇങ്ങനെ കുറേ ഓരോ ചാർട്ടേഡ് അക്കൗണ്ട്സും ചെയ്യുന്ന, അവർ പ്രാക്ടീസ് ചെയ്യുന്ന മേഖലകൾ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഡോക്ടർമാർ പല പല മേഖലകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ CAയും സ്പെഷ്യലൈസ് ചെയ്യുന്ന മേഖലകൾ ഓരോന്നായിരിക്കും. അപ്പോൾ നമ്മളൊരു ഈ പറയുന്ന പോലെ ആർട്ടിക്കിൾഷിപ്പിന് കയറുന്നതിന് മുന്നേ നമ്മുടെ താല്പര്യം എന്താണ്? ഇപ്പോൾ ചില കുട്ടികൾക്ക് ടാക്സ് വലിയ ഇഷ്ടമായിരിക്കും, ടാക്സ് നിയമം, ചില ആൾക്കാർക്ക് ഓഡിറ്റിംഗ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള ഫേമുകൾ കണ്ടെത്തി അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അതുവഴി നടത്താൻ പറ്റും. അപ്പോൾ നമ്മൾ അതുവഴി പഠിക്കുകയാണ് 2 വർഷം. എന്താണ് ടാക്സേഷനെ പറ്റി മുഴുവൻ പഠിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഓഡിറ്റിംഗ്, എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, പ്ലാനിങ്, ഇതെല്ലാം നമ്മൾ ഒരു CAയുടെ കൂടെ നിന്ന് 2 വർഷം പഠിക്കുന്നതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് എന്ന് പറയുന്നത്. സാറിൻ്റെ ആർട്ടിക്കിൾഷിപ്പ് എവിടെയായിരുന്നു സാർ ചെയ്തിരുന്നത്? എൻ്റെ നാട് തിരുവനന്തപുരമാണ്. ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ് സൂരി ആൻഡ് കോ എന്ന് പറയുന്ന ഒരു ഫേമായിരുന്നു. സൂരി ആൻഡ് കോ, അത് ഓൾ ഇന്ത്യ ഒരു 6-7 സ്ഥലങ്ങളിലുള്ള ബ്രാഞ്ചസ് ഉള്ള ഒരു വലിയ ഫേമാണ്. അവിടെയാണ് ഞാൻ എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് ചെയ്തത്. അവിടെ ഞാൻ പഠിച്ചത് കൂടുതലും ഈ പറയുന്ന പോലെ ഓഡിറ്റിങ്ങും ടാക്സ് കൺസൾട്ടിങ്ങുമാണ് ഞാൻ പഠിച്ചത്. പിന്നെ അത് ടാക്സ് കൺസൾട്ടിങ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞാൻ പാസ്സായതിനു ശേഷം ടാക്സ് കൺസൾട്ടിങ് സ്പെഷ്യലൈസ് ചെയ്യാനും പിന്നെ ക്ലാസ് എടുക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഫാക്കൽറ്റിയും ആയിട്ട് മാറുന്നത്, ടാക്സിൻ്റെ ഫാക്കൽറ്റി ആയിട്ട് മാറുന്നത്. സാർ, നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു CA എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇന്ത്യൻ കോഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പുറത്തേക്ക് പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യതകൾ എന്നുള്ളതെന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പൊതുവേ ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ ഇന്ത്യയിലുള്ള നിയമങ്ങൾ പഠിച്ചാൽ ലോകത്തെല്ലാ നിയമങ്ങളും എളുപ്പമായിരിക്കും. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. കാരണം അത്രമാത്രം ഡൈവേഴ്സിറ്റി ഉള്ള, അത്രമാത്രം പ്രശ്നങ്ങളുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അവൻ്റെ ഈ പഠന കാലയളവിൽ ഒട്ടനവധി നിയമങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് നിയമങ്ങൾ അവൻ പഠിക്കുന്നുണ്ട്. ആ നിയമത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതെന്ന് അവൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നാൽ ആ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യണം, ഇതാണ് നമ്മളിത് പഠിക്കുന്നത് മെയിനായിട്ട്. ഓരോ നിയമത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം ഇതിങ്ങനെ പഠിച്ച് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഏതൊരു സിറ്റുവേഷൻ വന്നാലും കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നിയമത്തിൻ്റെ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ, പഠിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ അവനതൊരു ബുദ്ധിമുട്ടേ ഉള്ള കാര്യമല്ല. അവിടെ പുറത്ത് പോയിട്ട് അവനവിടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. പക്ഷേ ഇവിടെ പഠിക്കുന്ന CA പഠിച്ച ഒരാൾക്ക് പുറത്ത് പോയി ശോഭിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് 101% ഉറപ്പാണ്. ഏത് മേഖലയിൽ ചെന്നാലും, ഫിനാൻസ് സെക്ടറിലുള്ള ഏത് മേഖലയിൽ ചെന്നാലും അവിടെ ആ CA പേരെടുത്തിരിക്കും, അത് ഉറപ്പാണ്. കാരണം ആ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങും സ്കില്ലും അവന് ഈ ഒരു കോഴ്സിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. സാറേ, നമ്മൾ ഇപ്പം റീൽസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്. പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ സാർ ഇപ്പോൾ കുറേ കുട്ടികളെ കണ്ടിട്ടുമുണ്ട്. CA പോലുള്ളൊരു കോഴ്സ് എടുക്കുന്ന സമയത്ത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അതിൽ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ അറ്റൻഷൻ സ്പാൻ എന്നുള്ളൊരു സംഭവം ഒരു മാറ്ററായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? ശരിക്കും ഉറപ്പില്ല. അതിപ്പോൾ കുട്ടികൾ മാത്രമല്ല, നമുക്കത് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾക്കും ഈ റീൽസൊക്കെ കാണുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾക്കും ഈ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ ഒരുപാട് നേരം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതിപ്പോൾ കുട്ടികളുടെ മാത്രം കുഴപ്പമില്ല. പിന്നെ ഇതിൽ വലിയ മാറ്റം ഉണ്ടോയെന്ന് വെച്ചാൽ ഒരുപാട് മാറ്റമുണ്ട്.
പക്ഷേ അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അത് അവരോട് നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കത് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റാനും പറ്റത്തില്ല. കാരണം അവർ ഓൾറെഡി ആ ഒരു ലെവലിലേക്ക് മാറി. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ പാസ്സാക്കാം, ആ ലെവലിലേക്ക് നമ്മൾ മാറേണ്ട ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത്. മുമ്പൊക്കെ ക്ലാസ്സൊക്കെ ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ എടുക്കുമ്പോൾ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ക്ലാസ്. ഇപ്പം നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. 7 മണി മുതൽ 7 മണി വരെ എന്ന് പറയുമ്പോൾ, എന്ന് മാത്രമല്ല ഞാൻ ഇപ്പോഴും നമുക്കങ്ങനെ ക്ലാസ്സിലൊന്നും അധികം കാണാനും പറ്റത്തില്ല. അതായത് ഇപ്പോൾ ഒരു ബ്രേക്ക് ടൈം വരുമ്പോൾ ആലോചിക്കണം, 7 മണി മുതൽ 7 മണി വരെ പഠിക്കുന്ന കുട്ടികൾ ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ അരമണിക്കൂർ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ആ 1:30 മുതൽ 2 മണി വരെ ഇടയിൽ അവർ പഠിക്കും. ഇപ്പം പിള്ളേർ 2:15 ആകുമ്പോഴേ ക്ലാസ്സിൽ കയറി വരത്തുള്ളൂ, അവരെവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ പതുക്കെയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കാര്യങ്ങളിലൊക്കെ. അങ്ങനെയൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഇന്ന് വലിയ വലിയ CA-ക്കാരാണ്. പയ്യന്മാരും പെൺകുട്ടികളും എല്ലാവരും വലിയ CA-ക്കാർ, ചാർട്ടേഡ് അക്കൗണ്ട്സ് ആയിട്ടുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ ശരിക്കും നമ്മൾ അങ്ങനെയൊക്കെ തന്നെ പഠിക്കണമെന്നാണ്. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെയൊക്കെ ഈ എല്ലാ ടെക്നോളജിയും ഇത്രയും സൗകര്യങ്ങളെല്ലാം വന്നിട്ടും ഇപ്പോഴും കുട്ടികൾ പാസ്സാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, അപ്പോൾ പിന്നെ ബുദ്ധിയിൽ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അവർക്ക് വേറെ എന്തെങ്കിലും സ്കില്ലുണ്ടോ എന്നുള്ളൊരു തോന്നൽ കൂടി ചില സമയങ്ങളിൽ എനിക്ക് ഉണ്ടാകാറുണ്ട്. അതായത് ഇവർ ഇത്രയും ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. ഈ ഇത്രയും സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടായിട്ട് പോലും അവരത് സമയം കണ്ടെത്തി ഇതുപോലുള്ള വലിയ കോഴ്സുകൾ പഠിച്ച് പാസ്സാവുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ പാസ്സായി നല്ല മാർക്കോടുകൂടി പാസ്സായി പോകുന്ന ആൾക്കാരെയൊക്കെ. പിന്നെ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടമല്ല, അതിനേക്കാളും ഭയങ്കര കോമ്പറ്റീറ്റീവാണ് ഇപ്പോൾ. എക്സാമിനേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു പെട്ടെന്ന് പാസ്സാക്കി വിടത്തില്ല, നന്നായിട്ട് നമ്മളെ പരീക്ഷിച്ചിട്ടേ പാസ്സാവുള്ളൂ. പക്ഷെ ആ പരീക്ഷ ഇവർ പാസ്സായി വരുന്നുണ്ടെന്നുള്ളതാണ്. അതിപ്പോൾ അവർക്ക് ആ ലെവലിലുള്ള ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അതവർ ആ ലെവലിൽ അവരത് ഏറ്റെടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വിജയം. ഓക്കെ സാറേ, +2 കഴിഞ്ഞിട്ടൊരു കുട്ടി വരുന്ന സമയത്തെ ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു പല സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു, ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റിനും ഒരുമിച്ച് കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെ അതിന് ഒരുമിച്ച് ചേർക്കുന്ന ഒരു പ്രവണത ഉണ്ട്. സാറിൻ്റെ അഭിപ്രായത്തിൽ ശരിക്ക് അങ്ങനെ പോകുന്നതാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണോ? എന്തായിരിക്കും ഒരു നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു കുട്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ വരുന്ന സമയത്ത് ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റും കൂടി ചേർത്തിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അതിനോട് എനിക്ക് യോജിപ്പില്ല. ഒന്നാമത്തെ കാര്യം, കാരണം ഒരു കോഴ്സിന് ഇപ്പോൾ നമ്മൾ CA-ക്ക് ജോയിൻ ചെയ്യുന്നത് ചിലപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കത്തില്ല. പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞു കേട്ട് ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് അങ്ങനെ കേട്ട് അതൊരു വലിയ കോഴ്സാണ്, അത് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ ശമ്പളം, ഇതൊക്കെ കേട്ടിട്ട് ആകൃഷ്ടരായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നു വരുന്നത്. വന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇതെൻ്റെ ഒരു, നമ്മൾ പറയില്ല കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞ പോലെ, നമ്മുടെ കാര്യമല്ല, നമുക്ക് ചേരുന്ന സംഭവമല്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ, ഇതൊരു ഡ്രൈ ആണ് എന്നൊക്കെ ചില ആൾക്കാർക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഫൗണ്ടേഷനും ഇൻ്റർനും കൂടെ ഒരുമിച്ച് നമ്മൾ ചിലപ്പോൾ ഫീസ് അടച്ചിട്ടുണ്ടാകാം. ഫീസ് അടച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫൗണ്ടേഷനെ ക്ലാസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് നമ്മൾ സ്റ്റുഡൻസിനോട് പറയുന്നത് അങ്ങനെയുള്ള ഇതിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ എന്തിനാണ് ഈ അനാവശ്യമായ ടെൻഷനും പ്രഷറൊക്കെ നമ്മുടെ തലയിൽ ഏറ്റു വെച്ച് കുറച്ചുകൂടി സിമ്പിളാക്കി, കാര്യങ്ങൾ സിമ്പിളാക്കി. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടു, ഓക്കെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഫൗണ്ടേഷൻ പാസ്സാകുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഒരു CA സ്റ്റുഡൻ്റായി മാറുന്നത്. അപ്പോഴേ നിങ്ങളൊരു യഥാർത്ഥ വിദ്യാർത്ഥി, CA വിദ്യാർത്ഥിയായി മാറും. അതിനുശേഷം നിങ്ങൾ താല്പര്യത്തോടുകൂടി ഇൻ്റർ പഠിക്കുക, അതല്ലേ വേണ്ടത്. ആദ്യമേ ഞാനിപ്പോൾ ഇൻ്ററിന് ഫീസ് കൊടുത്തു, എനിക്കിവിടെ ഒന്നും പഠിക്കുന്നത് മനസ്സിലാവുന്നില്ല, എനിക്കിവിടെ ഇഷ്ടപ്പെടുന്നില്ല, ഇവിടുത്തെ കാലാവസ്ഥ ശരിയല്ല, അവൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും, മാനസികാവസ്ഥ. അവൻ പിന്നെ കുറേ കാലം ഇത് വെച്ച് അനുഭവിക്കണ്ടേ, പിന്നെ വീട്ടുകാരോട് അവന് ഉത്തരം പറയാൻ നടക്കണം. അതിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമേ ഇല്ല. ആദ്യം സിമ്പിളായിട്ട് ഫൗണ്ടേഷൻ പഠിക്കുക, പാസ്സായിട്ട് അടുത്ത സ്റ്റേജിനെ പറ്റി ആലോചിച്ചാൽ മതി. സാറിൻ്റെ ഒരു CA ജേർണിയിൽ ഏറ്റവും ഒരു എന്താ പറയുക, ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സംഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു ജേർണി എന്ന് പറയാമോ? ഞാൻ ഡിഗ്രി കഴിഞ്ഞ് BCom കഴിഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ CA-ലോട്ട് ജോയിൻ ചെയ്തതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ചത് ഒരു പക്ഷേ ഇൻ്റർമീഡിയറ്റ് ലെവലായിരിക്കും. എൻ്റെ സ്കൂൾ കാലഘട്ടം മുതൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ച ഒരു സ്റ്റേജ് ഞാൻ CA ഇൻ്റർമീഡിയറ്റിലാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്കാണ് ആവറേജ് സ്റ്റുഡൻറ്റിനെ നേരത്തെ പറഞ്ഞതുപോലെ നിർണ്ണയിക്കുന്നതെങ്കിൽ ഞാൻ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഡിഗ്രി വരെയും. അതിനുശേഷം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു, അതിൻ്റെ ഗുണം എനിക്ക് അവിടെ കിട്ടി.
പക്ഷെ അതിനുശേഷം വീണ്ടും ഞാൻ പഴയ സ്റ്റേജിലോട്ടായി. അവിടെ നിന്ന് പിന്നെ ഞാൻ പഠനത്തിൽ വീണ്ടും ഉഴപ്പിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു. പഠനത്തിൽ ഉഴപ്പിയത് കാരണം എനിക്ക് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഞാൻ എൻ്റെ 6ാമത്തെ അറ്റംപ്റ്റിലാണ് CA പാസ്സാവുന്നത്, CA ഫൈനൽ പാസ്സാവുന്നത്. 4ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഒരു ഗ്രൂപ്പ് പാസ്സായി. 6ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ 5, 6 അടുത്ത അറ്റംപ്റ്റിൽ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പും പാസ്സായി. അപ്പോൾ ഒരു 3 അറ്റംപ്റ്റ് വരെ തോക്കുമ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്തുകൊണ്ടാണ് തോറ്റുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പിന്നീട് നമുക്കത് ഈ തോൽവിയുടെ ഭാരം കൂടി വരാൻ തുടങ്ങിയപ്പോൾ കൂടെയുള്ള ആൾക്കാർ പാസ്സായി പോകുമല്ലോ. അപ്പോഴാണ് നമ്മൾ ശരിക്കും അതുവരെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് തോക്കുകയാണ്, ഒരുമിച്ച് പരീക്ഷയ്ക്ക് പോകുന്നു, തോറ്റിട്ട് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ അറിഞ്ഞില്ല. പിന്നെ പതിയെ കഴിഞ്ഞ ദിവസം വരെ കൂടെ നിന്ന് നടന്ന ആള് ഒരുമിച്ച് പരീക്ഷയ്ക്ക് പോകുന്നു, തോറ്റിട്ട് തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം അവൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി. അപ്പോഴാണ് നമ്മൾ ആ ഒരു ശൂന്യത പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോഴും നമ്മളൊന്നും അല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. അവിടെ നിന്ന് നമ്മൾ പതിയെ തിരിച്ചറിയുന്നു. അപ്പോഴാണ് ശരിക്കുള്ള സ്ട്രഗിൾ നമ്മൾ തുടങ്ങുന്നത്. പിന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ പഠിത്തത്തിൻ്റെ ഒരു ഭാരമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. പഠിക്കുന്ന ബുദ്ധിമുട്ടെന്നല്ല, പിന്നെ അറിഞ്ഞൂടാത്ത കാര്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് പൂർണ്ണമായിട്ടും മാതാപിതാക്കളുടെ പിന്തുണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സപ്പോർട്ടിലാണ് എനിക്കത് അവസാനം വരെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ 27 വയസ്സായി എനിക്ക് പാസ്സാകുന്ന സമയത്ത്. പക്ഷേ ഞാനൊരു മകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ പൂർണ്ണമായി എൻ്റെ കൂടെ നിന്നതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ എൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ഞാൻ ഈ പഠിപ്പിച്ചതിൽ ഇതിലൊക്കെ ഫേസ് ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്. ശാരീരികമായി പരാധീനതകളുള്ള കുട്ടികളുണ്ട്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, നടക്കാൻ പോലും പറ്റാത്ത, കസേരയിൽ മാത്രം ഇരുന്ന് പോയി വേറൊരാളുടെ പരസഹായത്തോടുകൂടി മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ CA ആയിട്ടുണ്ട്. അതൊക്കെ വലിയ അച്ചീവ്മെൻ്റാണ്. അവരെങ്ങനെ ഇത്രയും വലിയൊരു കോഴ്സ് ഈ ഒരു അവസ്ഥയിൽ പാസ്സായിട്ടുള്ളത്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ അങ്ങേയറ്റത്തിൽ പോകുന്ന കുട്ടികൾ പോയിട്ടുണ്ട്. ഈ സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചിട്ടുള്ള കുട്ടികളെ എനിക്കറിയാം. അവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് അവരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ച് വന്ന് CA പാസ്സായവരുണ്ട്. ഒക്കെ വലിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. പേഴ്സണലി എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ലെങ്കിലും പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനും അവരുമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ഉള്ള അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. സാറേ, പല കുട്ടികളും 10th കഴിയുമ്പോൾ തന്നെ CAക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഇപ്പോൾ നമ്മൾ CA ആകാൻ തീരുമാനിച്ചല്ലോ, അതായത് 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ തീരുമാനം എടുത്തു എന്നുള്ളതാണ്. 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവന് ആ ഒരു ഐഡിയ കിട്ടി, ഇനി എൻ്റെ റൂട്ടെന്ന് പറയുന്നത് CAയിലോട്ടാണ്. അപ്പോൾ പിന്നെ +2 വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ, +2 കഴിയുന്നത് വരെ. ഇപ്പോഴേ നമുക്കതിൻ്റെ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ +1 +2ൻ്റെ കൂടെ തന്നെ CA കൂടി സൈഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. CA പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. CA പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പ്രത്യേകിച്ച് ഡിഗ്രി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഉള്ളൊരു കുഴപ്പം, നമ്മളിതൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ കുറേ സമയമെടുക്കും. ഇതെന്താണ് കോഴ്സ് എന്ന് മനസ്സിലാക്കി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പാസ്സാവാൻ തുടങ്ങത്തുള്ളൂ. ഇത് 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 15 വയസ്സല്ലേ, ഡിഗ്രി എന്ന് പറയുമ്പോൾ 21 വയസ്സാണ്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ 15 വയസ്സിൽ തന്നെ അവൻ CA എന്താണെന്ന് മനസ്സിലാക്കി അത് പഠിക്കുമ്പോൾ അത് ഉറപ്പായിട്ട് വ്യത്യാസം വരുത്തും. അപ്പോൾ അവന് ഈ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിയുമ്പോൾ ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി പോകാനുള്ള ഒരു വലിയൊരു മോട്ടിവേഷൻ കൂടിയാണ് ഈ ഒരു 2 വർഷത്തെ പരിശ്രമം. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് നീ ജീവിതത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ തന്നെ കൂടെ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ സാർ, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു നമ്മളുടെ കുറേ പേരുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. സാറ് നമ്മുടെ കൂടെ സംസാരിച്ചതിൽ, ഇവിടെ വന്നതിൽ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സാറ് കുറേ കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു. CAനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇൻ കേസ് ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കരിയർ കൗൺസിലേഴ്സുമായിട്ട് സംസാരിക്കാവുന്നതാണ്. അതൊരു 1-to-1 സെഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ, അതിപ്പം CA എന്നുള്ളതല്ല, ഏത് കോഴ്സാണ്, CS ആണെങ്കിലും CMA ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. CA നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ CCAT എക്സാമിൻ്റെ വിൻഡോ ഓപ്പൺ ആണ്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ കൊടുക്കാം. ടോപ്പ് മാർക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്, മറക്കണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അതുപോലെ ഹാപ്പി ലേണിംഗ്.